കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കൊരു നല്ല കൂട്ടുകാരനുണ്ട്. ബൈബിളിലെ ഒരു സംഭവമുണ്ട്. ഒരാളുടെ വീട്ടിൽ രാത്രിയിൽ ഒരാൾ വിരുന്നുകാരൻ വന്നു. വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഓർത്ത് എൻ്റെ കൂട്ടുകാരനടുത്തുണ്ടല്ലോ, സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് ഒത്തിരി ലേറ്റ് നൈറ്റായി, എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞ് കഥകാലിങ്ങനെ മുട്ടുക. എന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പിള്ളേരൊക്കെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞെങ്കിലും പുള്ളി വിട്ടുകൊടുത്തില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സ്നേഹിതനാകൊണ്ടും ആ മനുഷ്യൻ ലജ്ജ കൂടാതെ മുട്ടിക്കുന്നതുകൊണ്ടും ഇയാൾ എഴുന്നേറ്റ് കൊടുത്തു. സോ ഇന്ന് നമ്മൾ കർത്താവിൽ നിന്നത് പ്രാപിക്കാൻ കിട്ടിയാൽ കിട്ടട്ടെന്നല്ല, എനിക്ക് കിട്ടും, എൻ്റെ സ്നേഹിതനായതുകൊണ്ട് എനിക്ക് തരും, ഈ കർത്താവ് തരാതിരിക്കത്തില്ല. അപ്പം ആ ബന്ധത്തിൻ്റെ ഉറപ്പിൽ വിടാതെ പ്രാർത്ഥിക്കുക. ഓർക്കുക, ബന്ധത്തിൻ്റെ ഉറപ്പിൽ. എൻ്റെ പപ്പായോടാണ് പറയുന്നത്, പപ്പ തരാതിരിക്കത്തില്ല, പപ്പ ആദ്യം ഡിനൈ ചെയ്താലും തരും. ആ ഒരു ആസ്പെക്റ്റാണ് ഇന്ന് നമ്മൾ കുന്നത്തുകാൽ ക്രൂസൈഡിൽ കേട്ട ആ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. എന്ത് നല്ലോർ സഖി യേശു. ഇന്ന് രാത്രി ഇവിടെ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ആർക്കായത് നടക്കുന്നതെന്നറിയാം? വാശിയുള്ളവർക്ക്. കിട്ടിയേ കിട്ടട്ടെ, പാർട്ടികൾക്കല്ല, കൊണ്ടേ പോകൂന്ന് പറയുന്നവർ. എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടേ ഞാൻ പോകും, അതനുഭവിച്ചല്ലാതെ ഞാൻ പോകത്തില്ല, തന്നല്ലാതെ ഞാൻ പോകത്തില്ല. അങ്ങനെ പറയുന്ന ചിലരെ ബൈബിളിൽ കാണാം. പഴയ നിയമകാലത്ത് യാക്കോബ് എന്ന് പറയുന്ന ഒരാൾ ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചു. യെസ്, ദൈവത്തോട്, ഇത്രയും വലിയ ദൈവത്തോട് മല്ല് പിടിക്കാൻ പറ്റുമോ? പറ്റും. വിശ്വാസമുള്ളവർക്ക് പറ്റും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവെ തന്നേ തീരൂ എന്ന് പറഞ്ഞാൽ ഇടം വലം വിടാതെ ദൈവത്തെ പിടിച്ചെടുക്കാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന മക്കൾക്ക് സാധിക്കും. ആർപ്പോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അദ്ദേഹം പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അദ്ദേഹത്തിന് ശരിയായ അനുഗ്രഹം കിട്ടിയില്ല. കാരണം അനുഗ്രഹം എന്ന യഥാർത്ഥം യേശുവിലൂടെയാണ് വരാനിരുന്നത്. ഇന്നിതാ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. പക്ഷെ കിട്ടണമെങ്കിൽ പിടിച്ചെടുക്കാൻ ഒരു വാശി വേണം. ഇന്ന് രാത്രി ആ വാശിയുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ സകല അത്ഭുതങ്ങളും പഠിച്ചു നോക്ക്. അത് ചുമ്മാ കിട്ടട്ടെന്നും പറഞ്ഞു വന്നേ ആർക്കും കിട്ടിയില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ ഉപമയിൽ പോലും ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കയിൽ മടുത്തു പോകരുതെന്നതിന് അവനൊരു ഉപമ പറഞ്ഞത് അത്രേ. ഒരിക്കലൊരു സ്നേഹിതൻ്റെ വീട്ടിൽ രാത്രിയിൽ ഒരുവൻ അതിഥികൾ വിരുന്നിന് വരികയാണ്. താന് എന്ത് ചെയ്തു? തൻ്റെ വീട്ടിൽ ആ സ്നേഹിതന് കൊടുക്കുവാൻ ഒന്നുമില്ല. പെട്ടെന്ന് തൻ്റെ സ്നേഹിതൻ അടുത്ത വീട്ടിൽ പാർക്കുന്നുണ്ട്. പാതിരാ സമയമായി കാണും. അവിടെ ചെന്നിട്ട് മുട്ടിയിട്ട് പറഞ്ഞു, സ്നേഹിത എഴുന്നേറ്റ് വരണമേ, എനിക്കൊരു 3 അപ്പം വായ്പ തരണം. പ്രൈസ് ദി ലോർഡ്. 1-2 പേരോട് പറഞ്ഞ സ്നേഹിതനോട് ചോദിക്കാൻ ഒരു പ്രത്യേക സ്വാതന്ത്ര്യമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈശ്വരനാന്നല്ല പറഞ്ഞത്, ഞാൻ നിന്റെ സ്നേഹിതനത്രേ, ഞാൻ നിങ്ങളെ എൻ്റെ കൂട്ടുകാരെന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവരുടെ കൂട്ടുകാരോടാണ്. ഇന്ന് രാത്രി ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്, മാനവജാതിയുടെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ചോദിച്ചാൽ തന്നിരിക്കും, തന്നേ തീരു കൂട്ടുകാരാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് ആരുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ നേടിയിട്ടേ ഉള്ളൂ, കൊണ്ടേ പോകൂ എന്നുള്ള ഒരു ഉറപ്പ് വന്നോ, നീ അത്ഭുതം പ്രാപിക്കാൻ പോകുകയാണ്. നിന്നിലൂടെ നാട്ടുകാർ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോകുകയാണ്. വരുന്നെങ്കിൽ വരട്ടെ എന്നല്ല, ലഭിച്ചേ പോകൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ വീട്ടിൽ കൂട്ടുകാരൻ വന്നിരിക്കുന്നു, വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല. സ്നേഹിതനകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, നേരം വളരെ വൈകിപ്പോയല്ലോ, ഞാനിപ്പോൾ തന്നെ ഉറങ്ങാൻ കിടന്നു, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണരാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുറത്തുള്ളയാൾ സ്നേഹിതനാകൊണ്ട് തനിക്കൊരു ഉറപ്പുള്ളതുകൊണ്ട് പറഞ്ഞു, അവൻ ലജ്ജ കൂടാതെ എന്ത് ചെയ്തു? ഇല്ല, അങ്ങനെ പറയല്ലേ, എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. സ്നേഹിത, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു, അങ്ങനെ പറയല്ലേ, എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. കാരണം നിന്റെ വീട്ടിൽ അപ്പം ഉണ്ടെന്ന് എനിക്കറിയാം,
എനിക്കറിയാം നിന്റെ വീട്ടിൽ അപ്പമുണ്ട്. ഒന്നുകൂടെ എനിക്കറിയാം നീ എൻ്റെ സ്നേഹിതനാണ്. ഒന്നുകൂടെ എനിക്കറിയാം നീ മനസ്സുള്ളൊരു സ്നേഹിതൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ലോകത്തിൽ വേറെ ആരുടെയും മുമ്പിൽ കൈ നീട്ടരുത്. അവൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ വേറെ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. മനുഷ്യ, നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നത്രേ വരുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലരുടെ മനസ്സ് ഗൾഫിലുള്ള ഏതോ ഒരു ആൻറ്റിയോ അമേരിക്കയിലുള്ള ഒരു പാപ്പനോ ഒരിക്കലൊരു ചെക്ക് അയച്ചതിന് അവരെ നോക്കിയിരിക്കരുത്. അടുത്തിരിക്കുന്നവർ പറഞ്ഞിട്ട് നിന്റെ സഹായം ഗൾഫിൽ നിന്നുമല്ല, അമേരിക്കയിൽ നിന്നുമല്ല, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഒരു നല്ലവനായ ദൈവം തമ്പുരാനുണ്ട്. അവൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഇവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം ആ സ്നേഹിതൻ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? 3 അപ്പം കൊടുത്തെന്നല്ല, വേണ്ടുവോളം എടുത്ത് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടുവോളം തരുവാൻ, നിനക്ക് അത്ഭുതങ്ങൾ തരുവാൻ, നിനക്ക് ഉയർച്ച തരുവാൻ, വേണ്ടതെല്ലാം വേണ്ടുവോളം തരാൻ ഒരു നല്ല കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിരിക്കുക. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പിടിച്ചെടുത്തോണ്ടേ പോകൂ, ഞാൻ സൗഖ്യമായേ പോകൂ, ഞാൻ കൊണ്ടേ പോകൂ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചേ പോകൂ. എനിക്കുള്ളത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ തട്ടി ഉള്ളം തുറന്ന് വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുകയാണ്. ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. നിന്നെ കർത്താവിടെ അയച്ചിരിക്കുകയാണ്. നിന്നെ കർത്താവിടെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് വിടുതൽ യേശുവിൻ്റെ കയ്യിലാന്ന്. അല്ല, അവൻ അത് വാങ്ങി തന്നു കഴിഞ്ഞു. ഇനി നിന്റെ കയ്യിലാണ്. അപ്പം യേശുവിൻ്റെ കയ്യിലാന്ന വിചാരം. അല്ല, നിന്റെ നാവിലാണ്. അല്ല, യേശുവിൻ്റെ മുറിക്കകത്തല്ല, സ്നേഹിതന്റെ അടുക്കളയ്ക്കും കലവറയ്ക്കകത്തല്ല, മറിച്ച് മുട്ടിവിളിക്കുന്ന നിന്റെ മുട്ടിവിളിയിലാണ്, പിടിച്ചെടുക്കുന്ന നിന്റെ വിശ്വാസത്തിലാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, വിടുതൽ തോമസ് ഊട്ടി ബ്രദറിന്റെ കയ്യിലല്ല, നിന്റെ കയ്യിലാണ്, നിന്റെ അധരങ്ങളിലാണ്. അത്ഭുതം നിന്റെ അധരങ്ങളിൽ തന്നെ ഉണ്ട്. ദൈവത്തിന്റെ മക്കളെ, നിന്റെ കാൽ ചിലടത്ത് ചവിട്ടുമ്പോൾ യോർദാൻ 2ആയി പിരിഞ്ഞു മാറും. പ്രതികൂലമാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ യോർദാൻ മുമ്പിൽ ഒഴുകും. എന്നാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അവന്റെ വാക്ക് കേട്ട് മുൻപോട്ട് ചെല്ലും തോറും വഴികൾ തുറക്കപ്പെടും. ദൂരെ മാറിയിരുന്ന് പേടിക്കാതെ, ചിലർ വിശ്വാസത്തിൽ ഇറങ്ങാൻ ഭയപ്പെടുന്നു, ചിലർ കർത്താവിനെ സ്വീകരിക്കാൻ ഭയപ്പെടുന്നു, ചിലർ മീറ്റിങ്ങിന് പോകാൻ ഭയപ്പെടുന്നു, ചിലർ സ്നാനപ്പെടാൻ ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, വിശ്വാസത്തിന്റെ ചുവടുകൾ നീ മുമ്പോട്ട് വയ്ക്കും തോറും നിന്റെ മുമ്പിലെ തടസ്സത്തിന്റെ മലകൾ മാറിപ്പോകും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മാറിയിരുന്ന് പേടിക്കും തോറും നിന്റെ മല വലുതായി വരും. എന്നാൽ സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതമേ നീ ആര് എന്ന് ചോദിച്ച് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ മലകൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. യേശു പറഞ്ഞു, വിശ്വസിച്ചോണ്ട് ഈ മലയോട് മാറിപ്പോക, ഞാൻ പോകട്ടെ, മാറിപ്പോക, ഞാൻ പോകട്ടെ, മാറിപ്പോക, ഞാൻ പോകട്ടെ, വഴി മാറി തരിക, ഞാൻ പോകട്ടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതലേ, തിരമാലകളുടെ മുകളിൽ നടക്കും, പ്രതിസന്ധികളുടെ മുകളിൽ നീ നടക്കും. അഗ്നി വരും, നിന്നെ ദഹിപ്പിക്കത്തില്ല. വെള്ളം വരും, നിന്നെ മുക്കിക്കളയത്തില്ല. സിംഹങ്ങളുടെ കുഴിയിൽ നീ വീണാലും അവയുടെ വായ അടഞ്ഞു പോകും. തീക്കകത്ത് നിന്നെ ഇട്ടാലും തീയുടെ ബലം കെടുത്തു പോകും. എന്തെന്നാൽ അവന്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലേ, വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഒട്ടും പിന്മാറത്തില്ല. വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട്. ഞാൻ കർത്താവിനെ സ്വീകരിച്ച് ശേഷമാണ് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. എൻ്റെ ബുദ്ധി കെട്ടുപോയിരുന്നു, എൻ്റെ ഡിഗ്രി പരാജയപ്പെട്ടു. കള്ളും കഞ്ചാവും ലോകമോഹങ്ങളുമായി നടന്ന് പഠിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായി. എന്നാൽ യേശു കർത്താവ് ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ബുദ്ധിയുടെ കെട്ടുകളെ കർത്താവ് അഴിച്ചു. വീണ്ടും ഗ്രന്ഥങ്ങൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഡിഗ്രി പാസ്സായെന്ന് മാത്രമല്ല, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുവാൻ ഞാൻ കാൺപൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വീണ്ടും പറഞ്ഞു, വിശ്വാസത്തിൽ അടുത്ത ചുവട് നീ മുമ്പോട്ട് വെച്ചു. ഞാൻ നിന്റെ മുമ്പിലുണ്ട്. ആ പത്രോസിനെ ഹല്ലേലൂയ വെള്ളത്തിന്മേൽ നടന്നു വന്ന കർത്താവ് മീറ്റ് ചെയ്തപ്പോൾ
പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാനും ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് ചെയ്യാനൊക്കത്തില്ലെന്ന് നീ ചിന്തിച്ച കാര്യങ്ങൾ നിന്നെ കൊണ്ട് തന്നെ കർത്താവ് ചെയ്യിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ നടക്കത്തില്ലെന്ന് വിചാരിച്ച ചില വഴികളിൽ എൻ്റെ കർത്താവ് നിന്നെ നടത്താൻ പോകുകയാണ്. നിന്റെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടുമല്ല, അവൻ്റെ വാക്കിൽ വിശ്വസിച്ചാൽ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, നീ ഒരു വാക്ക് ഇങ്ങോട്ട് തന്നാൽ മതി, വെള്ളത്തിന്റെ മുകളിൽ കൂടെ അല്ല, നിന്റെ വാക്കിന്റെ മുകളിൽ കൂടെ ഞാൻ നടക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, കർത്താവ് നമുക്ക് തരുന്നത് തന്റെ വാക്കാണ്, തന്റെ വാഗ്ദത്തമാണ്. നീ ചുവട് വെച്ചോ. പത്രോസ് ചുവട് വെച്ചു, വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചു. ലോകത്തിൽ ആദ്യമായി ഇത് അവിശ്വാസത്താൽ യേശുവിന്റെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു. ഹല്ലേലൂയ. നീ അതെ, ആ കഴിഞ്ഞ മണിക്കൂർ വരെ അതേ വെള്ളം, പെരുവെള്ളം, തിരമാലയും പുകലുമായി അവരെ മുക്കാൻ തുടങ്ങിയ വെള്ളത്തിന്റെ മുകളിൽ നടന്നെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയാം, ഏതോ തിരമാല കണ്ട് പുറകോട്ട് പോകരുത്. നിന്നെ അതൊന്നും മുക്കത്തില്ല. നിന്നെ വിളിച്ച കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെച്ചു. നിന്റെ കാൽ കീഴിൽ താഴ്ന്നു തരാത്ത ഒരു തിരമാലയുമില്ല, നിന്റെ മുമ്പിൽ മാറിത്തരാത്തൊരു മലയുമില്ല, നിന്നെ വിട്ടോടിപ്പോകാത്തൊരു യോർദാനുമില്ല, നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാത്തൊരു ചെങ്കടലുമില്ല. നിന്നെ വായ് പിളർന്ന് വിഴുങ്ങുമെന്ന് വിചാരിച്ച ആ സിംഹങ്ങൾ അലറി വരും, പക്ഷെ നിന്റെ അടുക്കൽ വരുമ്പോൾ അവയുടെ വായ് അടഞ്ഞു പോകും. എന്തെന്നാൽ നീ പോകുന്നത് അവൻ്റെ വചനത്തിന്മേലാണ്. ഓ വിശ്വസിക്കുന്ന ദൈവമക്കൾ, കരങ്ങളടിച്ച് വായി തുറന്ന് ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. അവിടെയുള്ള ദൈവമക്കളുടെ കൂട്ടായ്മയിലേക്ക് കാൺപൂരിൽ വെച്ച് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞ നാണക്കേടാണ്, ഹല്ലേലൂയ പറയുന്നവരുടെ കൂട്ടത്തിൽ പോകരുത്. പക്ഷേ എൻ്റെ അകത്തൊരു ശബ്ദം, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് അകത്ത് പറയുന്ന ശബ്ദം കേൾക്കുക, അനുസരിക്കുക. അതൊരിക്കലും നിന്നെ കുഴിയിൽ കൊണ്ട് ചാടിക്കത്തില്ല. ഇന്ന് രാത്രി അകത്ത് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഈ സ്പീക്കറിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ചിലരുടെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട ചുവടുകൾ ഒന്ന് വെച്ച് നോക്കിക്കേ. ഒരു കുഞ്ഞും നിന്നെ തൊടത്തില്ല, ഒരു കുഞ്ഞും നിന്നെ തൊടത്തില്ല. അന്ന് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് പോയി, അവിടെ സ്നാനപ്പെട്ടു. ഞാനൊരു മഠയനായി. എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ നിന്ദിക്കാൻ തുടങ്ങി, എന്നെ പരിഹസിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് അവരിൽ പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, എങ്കിലും തോമസേ, നിന്റെ ജീവിതത്തിൽ വന്ന അത്ഭുതം കാണുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. ഈ ദേശത്ത് കർത്താവിൻ്റെ വചനത്തിനും സുവിശേഷത്തിനുമായി ഇറങ്ങിയ അപ്പച്ച, അമ്മയെ, സഹോദര, കുഞ്ഞെ, നീ ലജ്ജിക്കത്തില്ല. ഈ നാട്ടിൽ വെച്ച് തന്നെ നിന്നെ അത്ഭുതകരമായി നാട്ടുകാർ കാണുക, മാനിച്ചിട്ട് എൻ്റെ കർത്താവ് വിടത്തുള്ളൂ. വിശ്വാസികളോടും ദൈവദാസന്മാരും ഞാൻ കാര്യം പറയാം, അതിനുവേണ്ടി ഒരു കുറുക്കു വഴിയും വേണ്ട, അതിനുവേണ്ടി നമ്മുടെ തന്ത്രങ്ങൾ പയറ്റണ്ട. വിശ്വസ്തയോടെ കർത്താവിൻ്റെ വചനത്തെ പിൻപറ്റുന്ന ഓരോ മക്കളും അത്ഭുതങ്ങളായി കർത്താവ് മാറ്റാൻ പോകുകയാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ കരം നിന്റെ നേരെ വരുന്നു. മകനെ, എൻ്റെ ശബ്ദം കേട്ട് നീ മുമ്പോട്ട് വരുമോ? മകളെ, എൻ്റെ ശബ്ദത്തിന് നീ മുമ്പോട്ട് വരുമോ? മനുഷ്യരുടെ ശബ്ദമല്ല, എൻ്റെ വാക്ക് നീ കേൾക്കുന്നെങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ കുടുംബാംഗങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനാണ്. നിങ്ങൾ ഈ വർഷങ്ങൾ അത്രയും പ്രാർത്ഥിക്കുകയും ആത്മാവിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ ആത്മീയ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ കർത്താവ് തന്ന ശക്തി, ഞങ്ങൾക്ക് പ്രോത്സാഹനം. അപ്പോൾ തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്നവർ പലരും ഓരോ പ്രോഗ്രാമും സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇതുവരെ നമ്മളുടെ TV പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രൂപ പോലും കടം വരാതെ നിങ്ങളാണത് ചെയ്തത്. യേശുവിനോടുള്ള സ്നേഹത്തിൽ തകർന്ന അനേകരെ വിടുവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ആവശ്യത്തിലാണ്. മറ്റേത് TV പ്രേക്ഷക മീറ്റിങ്ങുകളൊക്കെ കൂടുതലുള്ളപ്പോൾ അവിടെ വെച്ച ഒത്തിരി പേര് സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ആവശ്യത്തിലാണ്. നിങ്ങളത് അറിയണമല്ലോ. വീട്ടിലെ ഒരു കാര്യം വരുമ്പോൾ വീട്ടുകാരറിയണം. സോ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നു, കർത്താവിന് വേണ്ടി ചോദിക്കുന്നു, ദൈവജനത്തിന് വേണ്ടി ചോദിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ കുടുംബമായി ഒരു TV പ്രോഗ്രാം
എത്രയും പെട്ടെന്ന് സ്പോൺസർ ചെയ്യണം. നമുക്കൊന്നിച്ച് ഈ വേല ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന നമ്പർ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വിളിക്കാനുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറ്റൊരു നമ്പർ നിങ്ങൾക്ക് പ്രയർ ടവർ നമ്പർ കിട്ടും. പക്ഷേ ഈ നമ്പർ എങ്ങനെ സ്പോൺസർ ചെയ്യാം, എത്രയാണതിൻ്റെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്കറിയാൻ എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിൽ ചിലരെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. കാരണം ഈ ഒരു ആവശ്യം വന്നപ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, നീ എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവജനം തയ്യാറായിരിപ്പുണ്ട്, എൻ്റെ മക്കൾ തയ്യാറായിരിപ്പുണ്ട്. ആ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ പോയി പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരുക്കം കർത്താവ് തന്നിട്ടുണ്ട്. വിളിക്കണം, നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട് നിൽക്കാം. സ്പോൺസർ ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. വിട്ടുകൊടുക്കാത്ത വിശ്വാസം എല്ലാവരും പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ അതെ പിടിക്കും. വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ചെല്ലും. ഉറക്കെ പറഞ്ഞാട്ടെ. ഇപ്പം നമ്മൾ കേട്ട കൂട്ടുകാരൻ അപ്പം കൊടുക്കാൻ, ആ കൂട്ടുകാരൻ അവിടെ ചെല്ലാനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് കിട്ടിയേ? പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. നിങ്ങൾക്കറിയാമോ, ദൂരത്തിരിക്കുന്ന ആമേൻ ഒരു ന്യായാധിപനായ ദൈവത്തെ ഒരിക്കൽ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്ന് ആ ദൈവം എൻ്റെ കൂട്ടുകാരനായി. ഹല്ലേലൂയ. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നെ ശിക്ഷിച്ച് നരകത്തിലിടുന്ന ഒരു ദൈവമായിട്ട് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ പിടികിട്ടിയത്, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ്റെ അടുക്കലേക്കൊന്ന് ഓടിച്ചെന്നാൽ മതി. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. എന്തു നല്ലോ സഖി യേശു, പാപ ദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഞാനും യേശുവും കൂട്ടുകാരാകട്ടോ. ഞാൻ ഈ മീറ്റിങ്ങിന് വരുമ്പോഴും യേശുവിനോടൊരു കൂട്ടുകാരനെ പോലെ സംസാരിച്ചു. മഹാദൈവവും പരിശുദ്ധനും നീതിമാനും വെളിച്ചങ്ങളിൽ വസിക്കുന്നവനുമായ ഈശ്വര എന്ന് പറഞ്ഞ് മാറി നിന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്നയാൾ ആ മഹാദൈവം തന്നെയാണെങ്കിലും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ സ്നേഹിതനാണ്. ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ എന്നോട് പറഞ്ഞാട്ടെ. എൻ്റെ വീഴ്ചകൾ ഞാൻ ഈ കർത്താവിനോട് മാത്രമേ പറയാറുള്ളൂ. ആമേൻ. നിങ്ങൾക്ക് ഈ ലോകത്ത് വേറെ ആരോടും പറയാൻ കഴിയാത്തത് ഈ കർത്താവിനോട് പറയാം. സ്നേഹിതൻ വന്നിരിക്കുന്നു, കൂട്ടുകാരൻ വന്നിരിക്കുന്നു. കൂട്ടുകാരൻ മുട്ടി വിളിച്ചാൽ മറ്റേ കൂട്ടുകാരൻ എഴുന്നേക്കാതിരിക്കുമോ? ആ കൂട്ടുകാരൻ 3 അപ്പം ചോദിച്ചാൽ ആവശ്യം പോലെ കൊടുക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിനോട് കേട്ടതല്ല ഞാൻ നിങ്ങളെ അറിയിച്ചതുകൊണ്ട് നിങ്ങളെ ഇനി ഞാൻ എൻ്റെ ദാസന്മാരെന്നല്ല, എൻ്റെ കൂട്ടുകാരെന്നത്രേ പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെല്ലാം ദാസന്മാരായിരുന്നെങ്കിൽ യേശു വന്നപ്പോൾ നമ്മളെ അവൻ്റെ കൂട്ടുകാരനാക്കി. ചുങ്കക്കാരെയും പരീശന്മാര് പറയാണ്, ഈ ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും ഒക്കെ സ്നേഹിതനാണിവൻ. അതെ, നീ മഹാപാപിയായിരിക്കാം, നിന്റെ സ്നേഹിതനാകാൻ അവൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നും നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ചിലർ നിന്നെ വിട്ടുപോയില്ലേ? എന്തിന്? നമ്മുടെ ജീവിത പങ്കാളികൾ പോലും ഒരു ദിവസം മരണം വഴിയായിട്ടെങ്കിലും വിട്ടുമാറിയൊക്കത്തുള്ളൂ. എന്നാൽ മരണത്തിനപ്പുറത്തും നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നൊരു നല്ല കൂട്ടുകാരൻ, അതത്ര യേശു. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ? യേശുവോടല്ല ഉള്ളം കയ്യിൽ ശ്വാസം. എന്തു നല്ലോ
സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എനിക്ക് നിന്റെ അടുക്ക സ്വാതന്ത്ര്യമുണ്ട്. എന്തും പറയാം, എന്തും പറയാം. ആമേൻ. ഹല്ലേലൂയ. ചൊല്ലാം യേശുവോടെല്ലാം, എല്ലാം പറയാം. എന്തുമാത്രം വേണേലും ചോദിക്കാം. ഹല്ലേലൂയ. ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ ഗുണഗണങ്ങളല്ല ചോദിക്കാനുള്ള എൻ്റെ ധൈര്യം, അവൻ എന്നോടുള്ള സ്നേഹത്തെ മാത്രം ഞാൻ കാണുകയാണ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ നീളം കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, നമ്മളിട്ട സ്തോത്ര കാഴ്ചയുടെ അളവ് കൊണ്ടല്ല, മറിച്ച് അവന് എന്നോടുള്ള സ്നേഹമാണ് അതിനെല്ലാം ആധാരം. യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ഞാൻ ഉപവസിച്ചിട്ടല്ല. യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ സ്തോത്ര കാഴ്ചയിട്ടിട്ടല്ല. ഞാൻ ഈ ലോകത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ സ്നേഹിച്ച പിതാവ് തൻ്റെ പുത്രനെ ഒരുക്കിയെങ്കിൽ അതോട് കൂടെ സകലവും ഒരുക്കിയിട്ടുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. എന്താ വേണ്ടിയ ജീവിതത്തിൽ? എന്താ പ്രശ്നം? നമുക്കൊരു നല്ല സ്നേഹിതനുണ്ട്. യേശു ഒരു പ്രത്യേക മതത്തിൻ്റെ സ്നേഹിതനല്ല, യേശു ഒരു സഭക്കാരുടെ സ്നേഹിതനല്ല. മാനവജാതിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നത്. നമ്മൾ പറയുന്നില്ല, നമ്മൾ വഴക്കുണ്ടാക്കുക. യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടെങ്കിലും തമ്മിൽ അത് പറഞ്ഞ് വാദിക്കുകയല്ലേ, ചോദിക്കായികയാൽ ലഭിക്കുന്നില്ല, തമ്മിൽ അടിക്കുന്നു. സഭക്കാർ തമ്മിൽ അടിക്കുന്നു, സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി. വീട്ടിൽ ഭർത്താവും ഭാര്യയും കൂടെ ഗ്യാസ് തീർന്നതിന്, പൈസ തീർന്നതിന്, കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുക. നമുക്ക് വഴക്ക് നിർത്താം. എനിക്കൊരു സ്നേഹിതനുണ്ട്, ഒരു നല്ല യേശുണ്ട്, എൻ്റെ ഈ ആവശ്യം നടത്തും. ആ കർത്താവിനോട് അതുപോലെ ഒരു ബന്ധം, അതൊന്ന് ബോധ്യപ്പെട്ടേ, ഒന്ന് വിളിച്ചേ. ഇത് എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഈ ആത്മാനുഭവത്തിൽ നിൽക്കുമ്പോൾ ആ കുന്നത്തുകാലിൽ ട്രിവാൻഡ്രത്ത് നടന്ന ക്രൂസൈഡിൽ ഞങ്ങൾ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് അനുഭവിക്കായിരുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളിലും കർത്താവ് ഇറങ്ങിയാൽ നിൽക്കുന്ന എനിക്കറിയാം. കർത്താവ് ഇറങ്ങിയാൽ നിൽക്കുന്നത്, യേശു തൊടുന്നെന്ന് എനിക്കറിയാം. പലരും കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. വേദനയുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളാൽ ഇന്ന് ഏങ്ങി കരയുന്നവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ കൈവിടില്ല കുഞ്ഞെ, മോളെ നിന്നെ കൈവിടത്തില്ല, മകനെ നിന്നെ കൈവിടത്തില്ല. പിതാവേ, നിൻ്റെ വേദന യേശു അറിയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. യേശുവേ, നീ ഞങ്ങളുടെ സ്നേഹിതനാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കരം ഈ നിമിഷം ഇറങ്ങുന്നതിനായി സ്തോത്രം. ഏത് രോഗമെന്നനത്തെയും എൻ്റെ കർത്താവിൻ്റെ കൈകൊണ്ട് തലോടി ഈ നിമിഷം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. കടഭാരത്തിൻ്റെ കെട്ടുകൾ, മറ്റു പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങൾക്കൊരു നല്ല സ്നേഹിതനുണ്ട്. ഞങ്ങളുടെ യേശുകളെ കൈവിടത്തില്ല. ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്കും വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സൗഖ്യങ്ങൾ നടന്നു. എനിക്കറിയാം, മുഴകളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്, ശ്വാസം മുട്ടൽ വിട്ടുമാറിയിട്ടുണ്ട്, ഹാർട്ട് പ്രോബ്ലം സൗഖ്യമായിട്ടുണ്ട്. ഞാൻ പേര് പറഞ്ഞത് മാത്രമല്ല, പല വിടുതലുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഏതോ വലിയ പ്രശ്നങ്ങളിരിക്കുന്ന ഒരു വിടുതലായിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യണം, ഞങ്ങളെ അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. എടുത്തു പറയട്ടെ, ഒരു എപ്പിസോഡ് നിങ്ങൾ കുടുംബമായി സ്പോൺസർ ചെയ്യണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാം. ഈ നമ്പറുകളിൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. വീണ്ടും കാണുമ്പോഴേയും കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.